നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. രാജസ്ഥാനിലെ ഗംഗാനഗറിൽ നടന്ന ആ കൂട്ട ബലാത്സംഗ കേസിലും അവസാനം 13കാരി മരിച്ചതിലും സംസ്ഥാന ഗവൺമെൻറ്റിനോ കേന്ദ്ര ഗവൺമെൻറ്റിനോ ഉത്തരവാദിത്വത്തിൽ നിന്നും വേർപെട്ട് നിൽക്കാൻ പറ്റുകയില്ല. അത് മാത്രമല്ല, കുട്ടിയുടെ മാതാപിതാക്കൾക്കും അതിലൊരു പങ്കുണ്ട്. കാരണം ഒരു 13കാരിയെ അല്ലെങ്കിൽ 13കാരനെ എങ്ങനെയാണ് ഒരു കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ വീട്ടിൽ തനിച്ച് വിട്ടത്? അത് വൈകുന്നേരമാവും തോറും സന്ധ്യയാവും തോറും നമ്മുടെ നെഞ്ച് പിടയ്ക്കുകയല്ലേ നമ്മുടെ കുട്ടി തിരിച്ചു വന്നില്ല എങ്കിൽ? എങ്ങനെയാണ് അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയത്? നമുക്കറിയാം, കാപാലികന്മാർ ചുറ്റും കണ്ണോടുകൾ നോക്കി നിൽപ്പുണ്ടെന്ന്. അപ്പോൾ ഈ കണ്ണുകളുടെ മുൻപിൽ കൂടെ വേണം ഈ കുട്ടി പോകാനായിട്ട്. എവിടെ വെച്ച് വേണമെങ്കിലും എന്തും ട്രാപ്പ് ചെയ്യപ്പെടാം. അങ്ങനെയുള്ളൊരവസരത്തിൽ ഈ മാതാപിതാക്കൾ എന്ത് ധൈര്യത്തിലാണ് ആ കുട്ടിയെ തനിച്ച് വിട്ടത്, തിരിച്ചു കൊണ്ടുവരാൻ സമ്മതിച്ചതും? ഇത് ഈ രാജ്യത്തിൽ നടക്കുന്ന ആദ്യത്തെയോ അവസാനത്തെയോ ആയിട്ടുള്ള ബലാത്സംഗമോ കൊലയോ അല്ല. സ്ത്രീകൾക്ക് ഒരിടത്തും, ഈ പ്രബുദ്ധമായ കേരളത്തിൽ പോലും നമുക്കിവിടെ ഒരു രക്ഷയുമില്ല. നമുക്കറിയാം, മ്യൂസിയത്തിൽ രാവിലെ ഓടാനിറങ്ങിയ ഒരു ഡോക്ടർക്കുണ്ടായ ദുരനുഭവം ശ്രീലേഖ IPS മാഡം അവർ തന്നെ വിവരിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ അവർ രാവിലെ ഓടാനിറങ്ങിയപ്പോൾ അവർക്കുണ്ടായ ദുരനുഭവം. ഇങ്ങനെ ഏത് രാജ്യത്തിൽ പോലീസ് സേനയിലുള്ള സ്ത്രീകളാണെങ്കിലും, ഇവൻ പട്ടാളത്തിലുള്ള സ്ത്രീകളാണെങ്കിലും, അല്ലെങ്കിൽ ഏത് നിലയിലുള്ള സ്ത്രീകളാണെങ്കിലും, സ്ത്രീകൾ പോട്ടെ, കൊച്ചാൺകുട്ടികളാണെങ്കിൽ പോലും ഇവിടെ പീഡനത്തിനിരയാകപ്പെടുന്നു. എന്താണ് ഇത്ര ലൈംഗിക വൈകൃതവും ദാരിദ്ര്യവും ഈ നാട്ടിൽ വിളയാടാനായിട്ട്? ഇങ്ങനെ ഗ്യാങ് റേപ്പ് നടത്തുമ്പോൾ ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? അവർക്കും മക്കളില്ലേ? സ്വന്തം അച്ഛന്മാർ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഈ കാലത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മമാർ വളം വെച്ചു കൊടുക്കുന്ന ഈ കാലത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മമാർക്ക് പോലും മക്കളെ വേണ്ടല്ലോ. അമ്മമാർ കുഞ്ഞുങ്ങളെ കല്ലിലടിച്ചു കൊന്നും കുഴിച്ചു മൂടിയും വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോകുന്ന കാലമാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലത്ത് ധർമ്മം ഇല്ല, അധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത് നമുക്ക് നമ്മുടെ കുട്ടികളെ വളരെയധികം നെഞ്ചോട് ചേർത്ത് നിർത്തി മാത്രമേ നമുക്ക് വളർത്താൻ പറ്റുകയുള്ളൂ. നോക്കൂ, നമുക്കിതെല്ലാം സ്ത്രീ സമത്വം ഒക്കെ പറയാം, എങ്ങനെ വേണം. ഞാനും ഫെമിനിസത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് അർദ്ധരാത്രിയൊക്കെ ഊബർ പിടിച്ചാണെങ്കിൽ പോലും പെൺകുട്ടികളും അതുപോലെ തന്നെ കൊച്ചാൺകുട്ടികളും, സ്ത്രീകളും കൊച്ചു ആൺകുട്ടികളും ഊബർ ആണെങ്കിൽ പോലും, അത് ഊബറിൽ പിടിച്ചിട്ടാണെങ്കിൽ പോലും അർദ്ധരാത്രി യാത്ര ചെയ്യുന്നത് വല്ലാത്തൊരു അപകടത്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ വിചാരിക്കും നിങ്ങളെല്ലാവരും എടുത്തും നിങ്ങൾക്ക് സർവൈലൻസ് ഉണ്ടെന്ന്. ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് പോലീസ് സേനയോ ഒന്നും എത്തിച്ചേരാൻ പോകുന്നില്ല. വല്ലാത്ത ചെറിയ ഇടുക്ക് വഴികളിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ഗ്യാങ് റേപ്പ് ചെയ്താൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അവസാനം നിങ്ങളുടെ മരണമായിരിക്കും കാരണം. അതുകൊണ്ട് അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കൂ. എത്ര വലിയ ജെൻസിമാരും ആയിക്കോട്ടെ, നിങ്ങളതൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒരു ലിമിറ്റ് നിങ്ങൾ കൊടുക്കൂ. പ്രത്യേകിച്ച് യവന്മാർക്കൊന്നും ഒരു ബോധവുമില്ല. കഞ്ചാവും വലിയ മയക്കുമരുന്നുകളും ആൽക്കഹോളും ഒക്കെ കഴിച്ച് യാതൊരു ബോധവുമില്ലാത്ത കാമഭ്രാന്തന്മാരാണിവർ. മൃഗങ്ങളുടെ പേര് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും നാണക്കേടാവും. ആ രീതിയിലുള്ള കാണിപ്പുകളാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു സംഭവം നടന്നതിന് ശേഷമായിരിക്കും വനിതാ കമ്മീഷനാണെങ്കിലും അല്ലെങ്കിൽ ശിശുക്ഷേമ കമ്മീഷനാണെങ്കിലും ഒക്കെ അതിൽ നടപടികൾ എടുക്കുക? അത് വൈകിപ്പോകില്ലേ? നിങ്ങളുടെ കുട്ടികളെ നഷ്ടപ്പെടില്ലേ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കാത്തു നിൽക്കണോ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വളർത്തുക. അച്ഛനും അമ്മയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ വളർത്തുക. മാത്രമല്ല, മാർഷ്യൽ ആർട്സിൽ കരാട്ടെ പോലെയുള്ള കാര്യങ്ങൾ, ആയോധന മുറകളിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പരിശീലനം നൽകുക. അവർ പാട്ട് പഠിക്കട്ടെ, ഡാൻസ് പഠിക്കട്ടെ, ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു ആയോധന കല കൂടി പഠിക്കട്ടെ. പെട്ടെന്നുള്ള സുരക്ഷാ മാർഗം അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയട്ടെ. ഇതൊക്കെ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. ഇല്ലാതെ കുട്ടികളെ അബലകളാക്കി, പെൺകുട്ടികളെ പ്രത്യേകിച്ചും അബലകളാക്കി ഒരു മൂലയിൽ ഇരുത്തുകയല്ല വേണ്ടത്. നിങ്ങളുടെ ആൺകുട്ടികൾക്ക് ഇതൊക്കെ ബാധകമാണ്. അവരെയും ചെറുതിലേ തന്നെ എന്തെങ്കിലും ഒരു ആയോധന വിദ്യ പഠിപ്പിക്കുക. സ്വയം രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവനെ ഉപദ്രവിക്കാനല്ല, സ്വയം രക്ഷയ്ക്ക് വേണ്ടി. മാത്രമല്ല, നമുക്കറിയാം, ഇപ്പോൾ RSSൻ്റെ ശാഖയിൽ തന്നെ നമുക്കറിയാം എന്നുള്ളതാണ്, പലപ്പോഴും അവിടെ വളരെയധികം നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. അതുപോലെയുള്ള തന്നെ പല മതപരമായോ രാഷ്ട്രീയപരമായോ എന്തെങ്കിലുമൊക്കെ ചില ശാഖകൾ പോലെയുള്ള ഉണ്ടാക്കി അതിനകത്ത് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക. ആയോധന കലകളും അതുപോലെ ധർമ്മശാസ്ത്രവും ഒക്കെ പഠിപ്പിച്ചെടുക്കുക. ഇല്ലാതെ മറ്റുള്ളവരെ കൊല്ലാനല്ല, നമുക്ക് സജീവികളെ രക്ഷിക്കാനുള്ള ഒരു പഠനമാണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ വീട്ടിൽ ഈ ഡിസ്ക്രിമിനേഷൻ, വ്യത്യാസം വരുത്തുമ്പോൾ, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുമ്പോൾ കുട്ടി വിചാരിക്കുന്നത് പെണ്ണെന്ന് വെച്ചാൽ ഉപകരണമാണ്, അവളെ ഉപഭോക്തൃ വസ്തുവാണെന്ന് കാണിക്കും. അവൾ താണവളാണ്, അവളുടെ പുറത്ത് എന്തും ചെയ്യാം. അങ്ങനെ കാണിക്കാതിരിക്കുക. അച്ഛനമ്മമാരാണ് ആ ബേസിക് ലെവലിൽ തുടങ്ങേണ്ടത്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ തുല്യത നൽകുക. അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ ഇത്തരം വൃത്തികെട്ട
രംഗങ്ങൾ ഇല്ലെങ്കിൽ ഏറ്റവും നീചമായിട്ടുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കാതിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക. അച്ഛനമ്മമാരെ, എനിക്ക് വേറെ ആരോടും പറയാനില്ല, അച്ഛനമ്മമാരെ അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തലവന്മാരെ, ഈ പെൺകുട്ടികളെ രക്ഷിക്കുക, സ്ത്രീകളെ രക്ഷിക്കുക, പാവപ്പെട്ട ആൺകുട്ടികളെയും രക്ഷിക്കുക.